ലാല്, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് സംസ്ഥാന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അയച്ച വക്കീൽ നോട്ടീസാണ്. അതിലെ വിശദാംശങ്ങൾ, അതിലെന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, കഴിഞ്ഞ വർഷം 2024 മെയ് 17 ഇതേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് അയച്ച കത്തിൽ ഷർഷാദ് പറയുന്നുണ്ട്, CPIM-ഉം അതിൻ്റെ സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനും ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടതായി ഞാൻ ഒരിക്കലും ആരോപിച്ചിട്ടില്ല. എനിക്ക് അങ്ങയോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. അങ്ങയുടെ ധാർമ്മികതയും തത്വങ്ങളെയും ഞാൻ എപ്പോഴും ആരാധിക്കുന്നു. ആ കത്ത് ഈ പറഞ്ഞ 24 മെയ് 17 ഇതേ ഷർഷാദ് സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മാപ്പപേക്ഷയോടെയാണ്. എൻ്റെ പ്രസ്താവനകൾ നിക്ഷിപ്ത താൽപ്പര്യക്കാർ വളച്ചൊടിച്ചതിനാലുണ്ടായ ഏതെങ്കിലും അസൗകര്യങ്ങൾ, അപമാനത്തിനും പാർട്ടിയോടും നേതാക്കളോടും, അദ്ദേഹത്തോട് മാത്രമല്ല നേതാക്കളോടും, ഇപ്പോൾ പലതും പിന്നീട് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണ് എഴുതി അവസാനിപ്പിക്കുന്നത്. പാർട്ടിയോടും നേതാക്കളോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞയാളാണ് 14 മാസത്തിന് ശേഷം വ്യാജ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, സാന്ദർഭികമായി അതുകൂടി ഓർക്കണം. എന്തുകൊണ്ട് 2024 മെയ് 17 ഇങ്ങനെ ഒരു കത്തയച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അക്കാലത്തൊരു ഓൺലൈൻ മാധ്യമത്തിന് വളരെ വിശദമായി ഇയാളൊരു അഭിമുഖം നൽകിയിരുന്നു. അപ്പോൾ അതിൽ കുറേയേറെ വ്യാജ കാര്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതുണ്ടാക്കുന്ന ആ നിലയിൽ പ്രവർത്തിച്ചു എന്ന ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് ഷർഷാദ് ഇങ്ങനെ തന്നെ ഒരു ക്ഷമ ചോദിച്ചും മാപ്പ് ചോദിച്ചും കത്തയച്ചത്. പിന്നീടാണിപ്പോൾ 14 മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് മറ്റു ചില കാര്യങ്ങൾ ഈ വിധത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ ഈ വിവരമടക്കം മനസ്സിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആധികാരികത വെച്ചുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ നിയമപരമായ നീക്കം, അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ ഗൗരവം എത്രമാത്രം? അഡ്വക്കേറ്റ് ലാൽകുമാർ. നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ കുറേ നാളുകളായി നടക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, പൊതുവെ CPM-നെ ആക്രമിക്കുക, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഇല്ലാത്ത കേസുകളിലേക്കൊക്കെ എങ്ങനെയൊക്കെ പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് UDF-ൻ്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ഒരു ലക്ഷ്യമാണ്. ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു, മാതൃഭൂമിയുടെ വിഷ്വൽസ്, അല്ല പത്രത്തിൻ്റെ വിഷ്വൽസ് ഫോട്ടോസാണല്ലോ താങ്കൾ ഇവിടെ കാണിച്ചത്. പണ്ട് ഞാൻ കൈരളിയിലെ ഒരു ചർച്ച കഴിഞ്ഞിട്ട് നമ്മുടെ മരിച്ചുപോയ ബാസുരേന്ദ്ര ബാബു സഖാവ്, അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ഒരു സംഭാഷണത്തിനൊരു സ്കോപ്പ് കിട്ടി, അങ്ങോട്ട് ചാൻസ്. അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കാണ്, ഞാനത് ഹൃദയത്തോട് എപ്പോഴും ചേർത്ത് പിടിക്കുകയും എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, മാതൃഭൂമിയിലും ഉണ്ട് ഭൂമി, ജന്മഭൂമിയിലും ഉണ്ട് ഭൂമി. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകളായി. എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സാധാരണഗതിയിൽ മാതൃഭൂമി ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും എന്ന് ഞാൻ കരുതുന്നു. മാതൃഭൂമി കുറേ നാളുകളായി എടുക്കുന്ന നയം, കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ CPM അധികാരത്തിൽ വന്ന ശേഷം അവരെടുക്കുന്നൊരു നയം എങ്ങനെയൊക്കെ ഇതിനെ ഇടിച്ചു താക്കുക, എഴുത്തിക്കെട്ടുക എന്നുള്ളത് മാത്രമാണ്. പത്രമാധ്യമ പ്രവർത്തനത്തിനകത്ത് നിങ്ങൾക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും നോക്കാതെ, എന്താണ് ഇത് നടക്കുന്നതെന്ന് അറിയാതെ ആൾക്കാർ പല കാര്യങ്ങളും കൊടുക്കാറുണ്ട്. നമ്മളെന്തെങ്കിലും ഇപ്പം എന്നോട് തന്നെ പല ദൃശ്യമാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്, ലാലെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബ്രേക്കിംഗ് ആണെന്ന് പറഞ്ഞ് പിന്നീടായിരിക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുക. അത് സാധാരണ അബദ്ധം പറ്റും, അത് തിരുത്തൽ വരും, വലിയ വിവാദമാക്കും, വിവാദം ചർച്ച ഇതൊന്നുമില്ലാത്ത എയറിലേക്ക് പോവും, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ വിഷയം, ഈ കത്ത് ഈ ലോകത്തുള്ള പഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾക്ക് മൊത്തം കിട്ടിക്കഴിഞ്ഞ് രഹസ്യരേഖ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന മാതൃഭൂമിയുടെ ആ ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കഷ്ടമാണ്. കാര്യം മാധ്യമപ്രവർത്തനം ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഇടപാടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. I don't mind saying it because we are expecting certain things from മാതൃഭൂമി or from the media people, but we are not getting it. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. നോക്കൂ, ഇവിടെ ഞാൻ മാധ്യമങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. കാര്യം ഒരു വഴി കൂടെ പോയ ഒരാൾ, അയാൾ ആരാണെന്ന് പോലും ആർക്കും അറിയത്തില്ല, ഷർഷാദ് ഒരു പേരാണ്, വന്ന് ഒരു ദിവസം ഒരു കാര്യം പറയുകയാണ്, അത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഉടനെ ഒരു വിഷയമാകുക. ഞാൻ ശരത്തേട്ടൻ മാധ്യമപ്രവർത്തനം നടത്തുന്നുള്ളൂ. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കാത്ത, രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള എന്നുവെച്ചാൽ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കാത്ത എത്ര മക്കളെ നിങ്ങൾക്കറിയാം? സിദ്ധരാമയ്യയുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ?
അല്ലെങ്കിൽ DK ശിവകുമാറിൻ്റെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അമിത്ഷായുടെ മോനെ കുറിച്ച് അറിയാൻ കാര്യം അദ്ദേഹം രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന അങ്ങനല്ലാത്ത അറിയാവുന്ന ഒരു വിഭാഗം ആൾക്കാർ CPM-ൻ്റെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ സുധാകരൻ മക്കളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. സണ്ണി ജോസഫിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. രമേശ് ചെന്നിത്തലയുടെ മകൻ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണെന്ന് കേട്ട് അദ്ദേഹം എവിടെയോ ജോലിക്ക് കയറി എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അക്കാഡമിക് വഴിയാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? പക്ഷേ ഇതൊന്നും CPM-ന് ബാധകമല്ലെന്നുള്ളതാണ്. അപ്പോൾ എന്ത് വാർത്ത കിട്ടിയാലും അത് നാട്ടുകാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ. ഈ മാതൃഭൂമിയുടെ വാർത്ത പിടിച്ച് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരും CPM-ന് കിട്ടിയ രഹസ്യരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു അന്തസ്, ഒരു ശതമാനം ഉളുപ്പുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ? മാധ്യമപ്രവർത്തനം ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തനം ഫോളോ ചെയ്യുന്ന ആൾ. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, അല്ലേ? പല മാധ്യമങ്ങൾ നോക്കുന്ന ആൾ ചിലപ്പോൾ ഞാനായിരിക്കും കൂടുതൽ. ഇതിനകത്ത് പറയുക, ഇവർ പണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, നികൃഷ്ടജീവി എന്ന് പറയുന്നല്ലോ, അതുപോലെ രീതിയിലേക്കാണ് ഇത് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ വൾച്ചേഴ്സിനെ പോലെ യു ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഡെഡിനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്ന് കറി വെച്ച് തിന്നാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകർ. എന്തേലും കേസ് ഇതിനകത്തുണ്ടോ? സത്യത്തിൽ ഈ പറയുന്ന രഹസ്യരേഖ എന്തൊരു പീബിക്കയച്ച രഹസ്യം, രഹസ്യം പറയാൻ പറ്റിയ ഒരു കാര്യം. ഈ പറയുന്ന അടുത്ത് കുറേ ദൃശ്യമാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ഒരു കാര്യം, ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ഗോവിന്ദ മാസ്റ്ററിനെയും ബാക്കിയുള്ളവരെ ഇടുക. നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പുറത്തു പോകുമ്പം രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ യോഗങ്ങൾ നടക്കുന്നിടത്ത് പങ്കെടുക്കും. ഒരു വീട്ടിലായിരിക്കും താമസിക്കുക, അല്ല വലിയ 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 മുന്തിയ ഹോട്ടലൊന്നും അല്ല താമസിക്കുക, അവിടുത്തെ പ്രവർത്തകരുമായിട്ട് ചേർന്നായിരിക്കും താമസിക്കുക. രാജേഷിനെ അറിയാമായിരിക്കും വർഷങ്ങളായി. ഇവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ രാജേഷ് ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ്, ഒരു NRI ആണ്. അയാൾ വലിയ കുത്തക മുതലാളിയൊന്നും അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എനിക്ക് അയാളെ വ്യക്തിപരമായി അറിയില്ല. പക്ഷേ ഞാൻ 1-2 പേരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം CPM-നോട് അനുഭാവമുള്ള പുറത്ത് താമസിക്കുന്ന ഒരു NRI ആണ്. അതല്ലാതെ അയാൾ വലിയ വ്യവസായിയൊന്നും അല്ല ഞാൻ കേട്ടിടത്തോളം. അയാളെ പെട്ടെന്ന് അംബാനിയും ടാറ്റയും പോലെ ഗോവിന്ദ മാസ്റ്റർ ഇടപെട്ടുകൊണ്ടാണ് ടാറ്റയും ബിർളയും ഒക്കെ ആക്കി, എന്നിട്ട് അയാളെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം മാറിയെന്നുള്ളതാണ്. രാജേഷ് അത്ര വലിയ ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ കിട്ടുന്ന വാർത്ത എടുത്ത് വായിച്ചാൽ അയ്യോ വിദേശ മലയാളി വ്യവസായി. ഈ വ്യവസായി എന്നൊക്കെ പറയുന്നതിനൊരു ഒരു നമുക്കൊരു ന്യായം വേണ്ടേ? പറയുമ്പോൾ നമ്മളിപ്പോൾ വ്യവസായി എന്നൊക്കെ സാധാരണ രീതി പറയുമ്പം ഒരു ബിസിനസ് മാഗ്നറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക. ഇതൊന്നും അല്ല ഇവിടെ സംഭവം. അത് കാര്യം അവിടെ ഒരു കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ അയാൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ ഒരു വലിയ വ്യവസായിയായി മാറി ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാം ബെനാമിയാകുന്നു. ആ ബെനാമി മൊത്തം അവിടെ കൊണ്ടിട്ടിരിക്കുക. എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? അത് കഴിഞ്ഞ വർഷം ഗോവിന്ദ മാസ്റ്ററെ കുറിച്ച് ഈ പ്രശ്നമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗോവിന്ദ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ബെനാമിയായി ഇത്രയും കോടികൾ ഉണ്ടാക്കി ലോകം മൊത്തം കൊണ്ടുവന്നത്. ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഒരു മകനുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ആ പയ്യൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആദ്യം തന്നെ ആ പയ്യൻ പറഞ്ഞ എന്നോട് കാര്യം, ഇത് ഇനിയിപ്പോൾ ന്യൂസൻസ് ആണ് ലാലേ എന്നെൻ്റെ പറഞ്ഞു. കാര്യം അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇല്ലാത്തതിനും ഉള്ളതിനും എല്ലാം നമ്മളെ പിടിച്ചിടാൻ പോകുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും എന്ന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാണ്, ആ പയ്യൻ എന്തൊക്കെ പറഞ്ഞതാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ മക്കൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരാളോട് എതിർപ്പുള്ളതുകൊണ്ട്. ഇന്ന് MT രമേശ് വരുന്നു, VD സതീശൻ വരുന്നു, വ്യക്തത വേണം, മുഖ്യമന്ത്രി പ്രതികരിക്കണം, പ്രധാനമന്ത്രി പ്രതികരിക്കണം. ആരൊക്കെയാണ് ഇത് പ്രതികരിക്കേണ്ടത്? അതിന് എന്താ കാര്യം? ഈ പറയുന്ന കൊച്ചു പിള്ളേരുടെ വില കിട്ടിയിരിക്കുന്ന ഒരു കത്ത്, അത് കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ സാധനം. അല്ല, നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെന്നാന്നേ ഇയാൾ കംപ്ലയിൻറ്റ് കൊടുത്തോണ്ട് CPM നടപടിയെടുക്കാൻ തന്നെ നിർബന്ധം സൗകര്യപ്പെടുത്തില്ല. അങ്ങനെയാണെങ്കിലോ? ഇത് അങ്ങനെയുള്ള കാര്യമേ അല്ല. വിലയില്ലാത്തൊരു സാധനമാണ്, വിലയില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആ വിലയില്ലാത്തൊരു കാര്യത്തിനെ വില ഉണ്ടാക്കി കൊടുത്തത് വെച്ചാൽ ഒരു കീറ പേപ്പറിൻ്റെ വിലയില്ലാത്തൊരു സാധനത്തിനെ വില ഉണ്ടാക്കി കിടക്കുന്നത് ഈ പറയുന്ന ഷെർസാദ് ചെയ്തതിനെക്കാട്ടിലും സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് മാധ്യമപ്രവർത്തകരാണ് എൻ്റെ പ്രശ്നം. ഷെർസാദ് ഇപ്പം ലാൽകുമാർ നാളെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക KPCC പ്രസിഡന്റിനെതിരെ. ലാൽകുമാർ പറഞ്ഞു വിവാദമായിരിക്കുന്നു, ഉടനെ അങ്ങ് പറഞ്ഞേക്കാം, പൂശിയേക്കാന്ന് പറഞ്ഞാണോ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ അക്കൗണ്ടബിൾ ആകുന്നത് എങ്ങനെയാണ്? ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? ഇത് ശരിയാണോ? ഈ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ മനുഷ്യനോട് നിങ്ങളൊന്ന് ചോദിക്കണോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോന്ന്? അതിനു മുമ്പേ വാർത്തയാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാതൃഭൂമിയിലും ഉണ്ട് ഭൂമി, ജന്മഭൂമിയിലും ഉണ്ട് ഭൂമി. അത് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്.